കോവിഡ് പ്രതിസന്ധിയിൽ വെന്റിലേറ്ററിലായ ടൂറിസം മേഖലയുടെ നിലവിലുള്ള വളർച്ച ഏറെ അഭിമാനത്തോടെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തിരൂരും ഏറെ അഭിമാനത്തോടെയാണ് തിരൂർ ടൂറിസം പദ്ധതിയും നാടിന് സമർപ്പിച്ചത്. എന്നാൽ ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ തിരൂർ പുഴയോരം കേന്ദ്രമാക്കിയുള്ള തിരൂർ ടൂറിസം പദ്ധതിയുടെ ഗതിയെന്ത്? ഞാൻ ബൈജു അരിക്കാഞ്ചിറ, വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ 19 അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരൂർ ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചത്. ബോട്ട് സർവീസും കോഫി ഷോപ്പുമൊക്കെയായി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന ടൂറിസം പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് തിരൂർ നഗരം കണ്ടത്. പെഡൽ ബോട്ടുകളായിരുന്നു ബോട്ട് സർവീസിനായി ഉപയോഗിച്ചത്. എന്നാൽ ബോട്ട് സർവീസ് ആരംഭിച്ചത് മുതൽ അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് കരാറെടുത്തവർക്ക് നേരിടേണ്ടി വന്നുവെന്ന് വേണം കരുതാൻ. ടെൻഡർ എടുത്ത തുകയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടും പെഡൽ ബോട്ട് ഉപയോഗിക്കാൻ തിരൂർ പുഴയിൽ കഴിയാത്ത സാഹചര്യവും കരാറുകാരനെ ഏറെ പ്രതിസന്ധിയിലാക്കി. ടെൻഡർ എടുത്ത തുകയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ കരാറുകാരൻ ബുദ്ധിമുട്ട് DTPCയെ അറിയിച്ചു. താമസിയാതെ ഏറെ സാമ്പത്തിക നഷ്ടത്തിൽ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. തിരൂർ പുഴയിൽ നിന്നും പടിഞ്ഞാറക്കര വരെയുള്ള ബോട്ട് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമായില്ലെന്ന് വേണം പറയാൻ. രണ്ട് വർഷം മുമ്പാണ് DTPC പുഴയോരത്ത് പ്രഭാത സവാരിക്കായി നിർമ്മിച്ച നടപ്പാത തകർന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ട് നടപ്പാത പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇനിയും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ 3 വർഷക്കാലമായി തിരൂർ ടൂറിസം പദ്ധതി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. തിരൂർ ടൂറിസം പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങളും കൈക്കൊണ്ടു. നിലവിലുള്ള ബോട്ട് സർവീസും കോഫി ഷോപ്പുകളും പുനഃസ്ഥാപിക്കുന്നതിനായി ടെൻഡർ നടപടികൾ കൈക്കൊള്ളാനാണ് ആദ്യ തീരുമാനമെടുത്തതെന്ന് DTPC ജില്ലാ സെക്രട്ടറി ബിബിൻ പറഞ്ഞു. പെഡൽ ബോട്ട് സർവീസ് തിരൂർ പുഴയിൽ സാധ്യമല്ല എന്ന് നേരത്തെയുള്ള കരാറുകാരൻ ചൂണ്ടിക്കാട്ടിയതാണ്. പെഡൽ ബോട്ടിന് പകരം മോട്ടോർ ബോട്ട് സർവീസ് നടത്തുന്നതിനായി പഠനം നടത്തണം. നിലവിലുള്ള കോഫി ഹൗസ് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പാർക്കിംഗ് സൗകര്യവും വേണം. ഭാരിച്ച തുകക്ക് ടെൻഡർ വിളിച്ചാൽ കരാറുകാരന് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യവും ആവർത്തിക്കും.
കോടികൾ മുടക്കി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ടൂറിസം പദ്ധതി കൃത്യമായ ആസൂത്രണവും വിശദമായ പഠനവും നടത്താത്തതിൻ്റെ പേരിൽ വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലാതാകുമ്പോൾ ഇനിയെങ്കിലും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.